ചില കാര്യങ്ങളൊക്കെ തന്നെ ഹിന്ദു എന്നാൽ ഏറെ സംസ്കരണത്തിന് വിധേയമായ ഒരു സംസ്കാരമാണ്. അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും കാലത്തിന് യോജിക്കാത്തതും മനുഷ്യവിരുദ്ധവുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് സംസ്കരണത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്നതാണ് ഈ സംസ്കാരം. പക്ഷേ വീണ്ടും നമ്മൾ പുറകിലേക്ക് പോകുന്നത് എത്രത്തോളം ഉചിതമാണ്, കുട്ടികളെ കൊണ്ട് കാല് പിടിപ്പിക്കുക, കാല് കഴിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കാലാനുസൃതമാണ് എന്നുള്ള ചിന്തയൊക്കെ ഇവിടെ ഉയരുന്നുണ്ട്. ആ വാദങ്ങളൊക്കെ ഉയർത്തുന്നുമുണ്ട്. അല്ല, ഇത് നമ്മൾ വളരെ അതിനെ ഏറ്റവും മോശമായ രീതിയിൽ, അതിൻ്റെ ഏറ്റവും അവജ്ഞയുള്ള രീതിയിലാണ് നമ്മളൊരു വിഷയത്തിനെ സമീപിക്കുന്നത്. അപ്പോൾ പാദപൂജ എന്ന് പറയുന്നത് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായി ലോകത്ത് മുഴുവൻ നിന്നിരുന്ന ഒരു ആചാരമാണ്. ഇപ്പോൾ ഹിന്ദുവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിൽ മാത്രമാണെന്നാണ്. ഇത് ക്രിസ്ത്യാനിറ്റിയിലുണ്ടായിരുന്നു. കാൽ കഴുകൽ ശുശ്രൂഷ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിരുന്നു. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പോകുന്ന സ്ഥലങ്ങളിൽ അവർ ഈ വാർച്ചെരുപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടാനായിട്ട് ഈ കാല് കഴുകി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ പാദപൂജ പിന്നീട്, ഈ പാദശുശ്രൂഷ പിന്നീട് ക്രിസ്ത്യൻ ഇതിൻ്റെ ഭാഗമായത്. ബിഷപ്പുമാരൊക്കെ പാദ ശുശ്രൂഷ ചെയ്യുന്നത്, പാദം ചുംബിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാദം എന്നുള്ളതാണ്. അത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നെർവ്സിൻ്റെ സെൻറ്ററാണ് പാദം എന്ന് പറയുന്നത്. നമ്മളവിടെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് വരെ സഡനായിട്ട് ഒരു ഉന്മേഷം ഉണ്ടാകുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പോലീസുകാർ ഉള്ളംകാലിൽ അടിക്കുന്നത്. ഉള്ളംകാലിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല, ദൂരവ്യാപകമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ തന്നെയാണ് തിരിച്ചും. അതായത് ജലം എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ സ്പർശിക്കുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ നട്ടലിൽ 7 ചക്രങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ എനർജി പോയിൻറ്റ്സ് ഉണ്ടെന്നും ആ എനർജി പോയിൻറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണെന്നും ഒക്കെ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് എനർജി, നമ്മുടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള എനർജി പെട്ടെന്ന് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഒന്ന് ഉച്ചിയും ഒന്ന് പാദവുമാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരാളുടെ പാദത്തിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ അയാളുടെ ഒരു എനർജി, പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്.